ഹലോ വെൽക്കം ബാക്ക്. സൗണ്ട് ശരിയല്ല, എന്നാലും ഞാൻ ഇൻട്രോ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റത്തെ റമദാൻ വ്ളോഗായിരിക്കും ഇൻഷാ അല്ലാ. ഇന്നത്തെ വ്ളോഗിലല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വ്ളോഗ്സിലും നമ്മുടെ വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും, നോമ്പിൻ്റെ അല്ല, നമ്മൾ റമദാൻ ഇഫ്താർ വിശേഷങ്ങളും അങ്ങനെ എല്ലാതും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. എൻ്റെ വീടും അതുപോലെ നമ്മുടെ നിൽക്കുന്ന ഇപ്പോഴത്തെ ഫ്ലാറ്റും തൊട്ടടുത്തായതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളും ഉപ്പാൻ്റെ എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇക്കാക്ക് ഇളനീര് കൊണ്ടുവന്നതാണ്, പിന്നെ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ഉമ്മ കൊടുത്തയച്ചതാണ്. ചില ദിവസം സമോസ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാറില്ല, ഒന്നും നേരം കിട്ടാറില്ല. ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്നാക്സൊക്കെ ഉണ്ടാവും. എന്താ തോന്നണേ? ക്ലക്ലൈറ്റ്. കുറേ ആൾക്കാർ നോമ്പായിട്ട് ചോറ് കഴിക്കാതെ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്കങ്ങനെ കുറേ ദിവസങ്ങളൊന്നും ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചോറ് ഉണ്ടാക്കാറുണ്ട്, ചോറും മീൻ കറി, ചോറ് ചിക്കൻ കറി. ഇപ്പോൾ ഇന്ന് ചോറ് സാമ്പാറാട്ടോ. സാമ്പാർ കഴിക്കാനൊക്കെ വല്ലാത്തൊരു പൂതി. കോളിഫ്ലവറും ക്യാരറ്റും കൂടിയുള്ള സാമ്പാറാണ്, പിന്നെ മീൻ വറുത്തതും. ഇത് നമ്മളെ ഉപ്പിട്ട് വെച്ച മാങ്ങ കേട്ടോ. ഇത് കണ്ടോ, ചുങ്ങി ചെറുതായി വന്നിട്ടുണ്ട്. ഇനി ഇത് അച്ചാറിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ്. അച്ചാറിടുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ വ്യൂവേഴ്സ് ചോദിച്ചിരുന്നു എന്തായി ഉപ്പിട്ട് വെച്ചതൊക്കെ, പൂപ്പൽ വന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒന്നും ആയിട്ടില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ വെള്ളത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പാണ്, കല്ലുപ്പ് ഇട്ടിട്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോ ലെയറായിട്ട്. വീഡിയോ കണ്ടവർക്ക് അറിയും. അപ്പോൾ അതിങ്ങനെ ചുങ്ങി വന്നിട്ടുണ്ട്. ഇത്ര വലിയ മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം പോയിട്ട് അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് അച്ചാറിട്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. എന്ത് പടക്കം പൊട്ടുന്നുണ്ടോ? ബാൽക്കണി അളക്കണോ? അപ്പോൾ നമ്മൾ പോവല്ലേ? അല്ല മോളെ, ക്ലോസ് ചെയ്യാ, നമ്മൾ പോവാണ്, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. വാ. ഇല്ലല്ലോ പുറത്തേക്ക്. പടക്കം ഭയങ്കര പേടി എൻ്റെ റൂഹി മോൾക്ക്, അതുകൊണ്ട് റൂഹി ഇന്ന് വരുന്നില്ല. റൂഹി ഇവിടെ ഇരുന്നു കേട്ടാ, ഞങ്ങൾ പുറത്ത് പോയിട്ട് തരാം കേട്ടാ. റിസിൻ്റെ പടക്കം പൊട്ടിച്ചോട്ടെ അല്ലേ? ആയിക്കോട്ടെ എന്നാ വാ പോവാ റൂഹി മോളെ വാ. ആർക്കാ ടി വി ഇട്ടിട്ടുള്ളൂ? ടി വി ഓഫ് ആയിക്കല്ലേ? റീനു പോത്താണ് കാണുന്നത്. റൂഹി ഷൂ ഇട്. റൂഹി ലിഫ്റ്റ് പപ്പ പിടിക്കും വിചാരിച്ചിട്ട് ഓടിപ്പോയി പിടിക്കാൻ പോയതാണ്. വാ മോളെ. അത് അവിടെ അല്ല പൊട്ടുന്നത്, ഇവിടെ അല്ലല്ലോ. ഓക്കെ ബൈ. ഉണ്ടാ എന്നാ വാ, വേം വാ. ഷൂവും കൂടി ഇടാണ്ട് ലിഫ്റ്റിൽ പ്രസ് ചെയ്യാൻ പോയാ. നമ്മൾ വരണ്ട റൂഹി, വേഗം ടാറ്റ ബൈ ബൈ കാണിച്ചു. ആ ഷൂ ഇടണ്ട റൂഹി. സ്കൂൾ ഷൂസ് ഇത് ഇടുള്ളൂ. ആ കാലിൽ മുറി അയക്കണം ഇട്ടിട്ട്. ആ ഇല്ല കുട്ട പടക്കൊന്നുമില്ല. അവളെ തന്നെ സമാധാനിപ്പിക്കണം. പടക്കല്ല. ആ ടേ പോട്ടെ. എട്ടോ ആ കുട്ടിയാക്കിയതാണ് അങ്കിൾ. അങ്കിളിന് കൂടെ വരാൻ ഇഷ്ടമുണ്ടായിട്ടല്ല റൂഹിനോട്. അങ്കിൾ വന്നോട്ടെ. ഇന്നിപ്പം കുറേ പണികൾക്കായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഒരു കാര്യം മാത്രമേ നടന്നുള്ളൂ, ഇക്കാൻ്റെ ഡ്രസ്സ് എടുക്കൽ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നോമ്പ് തുറന്ന പാട് കുറച്ച് നേരം നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്യുക. എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് കൂടുതലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട്. എപ്പോഴും റീനു ആണെങ്കിലും റോസും ആണെങ്കിലും വിക്കയാണെങ്കിലും ഒക്കെ ഫൈനൽ ഡിസിഷൻ എടുക്കുക എൻ്റെ അടുത്ത് വന്നിട്ടായിരിക്കും.
ഇത് പറ്റുമോ കൊള്ളുമോ എന്നൊക്കെ. അപ്പം എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പോവാറുണ്ട്. എന്താ പറയുക, അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ, എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്. പിന്നെന്താ, ഇവിടെ പിന്നെ കുറേ നേരം നമ്മൾ സോഡ മുഴുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫിറ്റിംഗ് റൂമിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഇക്കാക്ക് 1-2 ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ പെരുന്നാളിൻ്റെ അടുപ്പിച്ചിട്ടാകുമ്പോഴേ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാത്ത നല്ലത്. പിന്നെ നേരെ റൂഹിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാനെയും ഒന്ന് കണ്ടു. അവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവിധ പുളികളും ഇട്ടിട്ടുണ്ട്, ഓർക്കാപ്പുളിയും കുടംപുളിയും മറ്റേ പുളിയും മാങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു മീൻ കറി. പത്തിരിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്ഷേ പത്തിരിയും മീൻ കറി ഞാൻ കഴിച്ചത്. കുറച്ച് നേരം പിന്നെ അവിടെ നിന്നിരുന്നു, ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോന്നു. ഞാനല്ലല്ലോ കുട പിടിച്ച, ഞങ്ങൾ തന്നെയല്ലേ. കുട ഇല്ലാണ്ട് പോവില്ല, മാസ്ക് നിരത്തിട്ടാണ്. തന്താരം അതിന് നിങ്ങൾക്ക് 47 വയസ്സായി. തന്താരം തന്നെയാണ്. 47 അല്ലേ 48 ആവാനായി. ജൂണിലേക്ക് 48, അപ്പോൾ 47 കഴിഞ്ഞ്. അപ്പോൾ തന്ത തന്നെയാണ്. പണ്ടൊക്കെ 47 എന്ന് നടക്കുക, 40 എന്ന് പറഞ്ഞാൽ തന്നെ തന്തായി. ഇപ്പോൾ ഇപ്പോൾ 50 പറഞ്ഞാലും തന്താരില്ല. യുവാവ് എന്നാലോ ആ പറഞ്ഞ ആള് ചിലപ്പോ അങ്ങനെ ആയിരിക്കൂലേ. യുവാവാണ്. യുവാവ് ഇറങ്ങൂ, യുവാവ് ഇറങ്ങി. ഞാൻ കാറൊന്ന് തുറന്നരോ. യുവാവേ അല്ല, യുവതിക്ക് സാധനം ഫോണൊന്നും എടുക്കണം. ആണുങ്ങൾ 55 വയസ്സായ യുവാവായിട്ട്, പെണ്ണുങ്ങളോ 30 മധ്യവയസ്കയിലെ. ഓക്കെ, യുവതിയല്ല. അപ്പോൾ വീണ്ടും നമ്മൾ വീട് പണീൻ്റെ അവിടേക്ക് പോവാണ്. ഇതിപ്പം ഫുൾ അപ്ഡേറ്റ്സ് തന്നെയാണ് വീട് പണീൻ്റെ. നമ്മുടെ എൻജിനീയറും ആർക്കിടെക്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഹൗസ് വാമിങ് ഡേറ്റ് ഒന്ന് കൺഫർമേഷൻ വരാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി മാറ്റി കളിക്കുന്നു. ഡേറ്റ് ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. എന്നാണാവോ ആവോ. മുറ്റം പണി ഇതാ ഈ ഒരു സ്റ്റേജിലെത്തി. ചേഞ്ചസ് കണ്ട. അങ്ങനെ പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റിൻ്റെ കുറച്ച് കൺഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നീട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് കൂടെ അപ്പുറത്തേക്കാക്കി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഇക്ക പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് ഇക്ക റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും നാത്തൂനും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഓ, അടുത്ത ആള് അത് ഇതിൻ്റെ കണ്ട. ആങ്ങളെയും പെങ്ങളെയും കുട ചൂടില്ലാണ്ട് പോവില്ല. ആങ്ങളെ വീട് കണ്ടു വന്ന് അടുത്ത ആള് തലൻ്റെ അകത്ത് കുറെ സാധനങ്ങളോട് വെയിലുള്ളണ്ട വെച്ചിട്ടാണ്. കുറെ കുരുട്ടി ബുദ്ധികളുണ്ട് തലയില്. എവിടെ അത് എന്നോട് ചോദിക്കരുത്. ഗ്രാസാണ്, ഏതൊരു ഗ്രാസാണ്. ആ ഗ്രാസ് അല്ല. ഇതൊരു ആർക്കിടെക്റ്റ് ആണല്ലോ അല്ലേ. കോബിളെത്തിയിട്ടില്ല. നാത്തൂൻ്റെ മോളൊരു ആർക്കിടെക്റ്റ് ആണ്. സ്വീകരിക്കുന്നതാണ്, പുതിയ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ്. എവിടെ? ഇത് ചിലപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോകും അല്ലേ. കോബിൾ മാത്രം എടുക്കും അല്ലേ. നാച്ചുറൽ സ്റ്റോൺ മറ്റേ ബാംഗിൾ സ്റ്റോൺ ഇവിടെ എത്തുള്ളൂ. ഇവിടുന്ന് കോബിൾ സ്റ്റോൺ അല്ലല്ലോ. അവിടെ വെച്ചിരിക്കണ്, അവിടെ ബാംഗിൾ സ്റ്റോൺ വെച്ചിട്ട് അവിടെ. പിന്നെ ഈ ഭാഗത്ത് കോബിൾ ഗാർഡൻ വരുന്ന പുല്ലല്ലേ. ഓ, ഊഞ്ഞാല അതാ അവിടെ അവിടെ ഊഞ്ഞാല. ഡോർ ചെക്ക് ചെയ്യാൻ വന്നാണ് കാത്തൂന്. കേട്ടാ, അതിഞ്ഞ് മാറ്റിയിട്ട് താഴേക്ക് വെക്കാൻ വേണ്ടേ. കിച്ചൺ കാണാൻ ചോദിച്ചിട്ടില്ലല്ലോ. ആർക്കോ ചോദിച്ചിരുന്നു.
എന്ത് അവിടെ ബോക്സ് അതുണ്ട്, ടൈലാണ്. ആ അവിടെയൊക്കെ ടൈലുണ്ട്. പ്രൈമർ അടിച്ചിട്ടുണ്ടെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ. കഴുകാത്ത സിങ്കായിരിക്കും മിക്കവാറും. അമ്മ കിണർ കാണാൻ പോവാണ്, കൊട്ടത്തളം കാണാൻ പോവാണ്, കിണറല്ല. അത് തിരുമ്പട കല്ലല്ല, കൊട്ടത്തളാണ്. തിരുമ്പടല്ല, തിരുമ്പട. അമ്മക്ക് തിരുമ്പട കല്ല് നോക്കിക്കോടെ, തിരുമ്പടല്ല അത്. നോട്ട് പോയി ഇവിടെ അമ്മി, ഇവിടെ കൊട്ടത്തളം, അപ്പുറത്ത് പാത്രം വെക്കണത്. വെള്ളം നോക്കുന്നു, ഉണ്ടാ കണ്ട പിന്നോ ഉണ്ട്, വെള്ളം ഉണ്ടെന്നാണ് കാണുന്നുണ്ടെന്നാണ്. വെള്ളം ഉണ്ട്. ആ ഗ്യാസിൻ്റെ കുറച്ച് ഹൈറ്റ് കൂടി കഴിഞ്ഞ് കുറക്കണം എന്ന് പറയുന്നു. ഇത് ഹൈറ്റ് കുറച്ചാ, നേരത്തെ കുറക്കാന്ന് പറയുന്നു. കുറച്ചും തോന്നുന്നു. മേലെ ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മേലെ ഉണ്ട്. ഞാൻ ആകെ പേടിച്ചോ, ഈ 2 കബോർഡ് മാത്രമേ ഉള്ളൂ. എന്താ അതിൻ്റെ പറയാ? ഗ്ലാസ് ബ്രിക്ക്. ഗ്ലാസ് ബ്രിക്ക് എന്തിനാണ്? ഇതാണ് ഗ്ലാസ് ബ്രിക്ക്. അപ്പൊ ലൈറ്റ് മാത്രമേ വരും, പുറത്ത് കാണൂല്ലോ അല്ലേ? മറ്റേ ബ്രിക്ക് നമുക്ക് കാറ്റും വെളിച്ചവും വരും, വെളിച്ചം മാത്രം. നമ്മുടെ സ്റ്റോർ റൂം. ആ ഇതാണ് ഗ്ലാസ് ബ്രിക്ക്. ഓ നല്ല കട്ടിയുണ്ട്, കാണുന്നുണ്ട്. ഇവിടെ എന്താ ഈ റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓ ആ ലൈറ്റുകളൊക്കെ വെച്ചോ? പെയിന്റ് അടിക്കണ്ടോ അതിൻ്റെ ഇടയിൽ? അല്ല ഇവിടെ അല്ല ഇപ്പൊ ക്ലീൻ ആക്കിയത്. മേലെ പോയോട്ടെ കറിയാ. ആ ലൈറ്റ് വെച്ചു. നമ്മൾ പെട്ടികളൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഇവിടെ വെച്ചുകൊണ്ട് ആ ഇവിടെ ഗ്ലാസ് ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ല. റീഡിങ് റൂം. അത് ലോക്കല്ലേ ഷെൽഫൊക്കെ? അതൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ഇപ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടായത്? ആ അവിടെ ഒരു ലൈറ്റ് വെച്ചല്ലോ, ഒരു കുഞ്ഞു ലൈറ്റ്. കൺഫേം ആക്കിയിട്ടില്ല? കൺഫേം ആക്കിയിട്ടില്ല? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആ അതിപ്പോ ഇതാ ഇവിടെ രസമുണ്ടല്ലേ? എന്തൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഇത്. കുഞ്ഞു ലൈറ്റ്. ആ നമ്മളെ ഇത് പെയിൻ്റ് അടിക്കുന്നുണ്ട്, കോട്ടിയാട്. ആ ഗ്ലാസ് ബ്രിക്ക് ഇല്ലേ നമ്മളെ സ്റ്റോർ റൂമിൻ്റെ എന്താ ഇവിടെ കാണാം. കൊട ചൂടി കൊടുക്കൂ, മാഡത്തിന് കൊട ചൂടി കൊടുക്കൂ. ഇവിടെ കറണ്ടിൻ്റെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അമ്മേ അതിനെക്കൂടെ പോണ്ട. എന്നാ നിങ്ങള്
പറഞ്ഞിട്ട് കേൾക്കാതെ എന്നെ വിട്ടതാണ്. അതിന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പുറക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. ഇവിടെ റോസുവിൻ്റെ ഫ്രണ്ടും റോസും കൂടി കമ്പൈൻ സ്റ്റഡി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കമ്പൈൻ സ്റ്റഡി, കമ്പൈൻ പ്ലേ ആണോ? നാളെ എന്ത് എക്സാമ്? നിങ്ങൾ തമാശിക്ക. ഓക്കെ, പഠിച്ചോട്ടാ. നമ്മൾ പുറത്തു പോയിരണേ. ബൈ. വന്നിട്ട് ചോദിക്കുവേ, ചോദ്യം ചോദിക്കൂട്ടാ, ആൻസർ പറയണം. നീന് കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കട്ടെ ലുജിൻക്ക്. എന്താ ഓപ്പണാ? അടുത്ത ലിഫ്റ്റ് പിടിക്കുക, അതല്ല അടുത്ത. കോൾ ദ ലിഫ്റ്റ്. ആ ദിസ്. ഓഫ് റീനു അത് പഠിക്കണോ നോക്കട്ടാ. Lisa? Okay, Rekha. Bye. എന്ത് എടുക്ക പോണു റൂമോളെ? എവിടേക്കെങ്കിലും പോയാൽ മതി റൂമോൾക്ക് അല്ലേ? മാവപ്പ എടുത്ത് പോവാ. ആ മാവപ്പൻ്റെ വീട്ടിക്ക് മാവപ്പഴം ഉണ്ടോന്നാവോ? വാ പോയി വാ. മാവപ്പൻ്റെ വീട്ടിൽ വന്നാട്ടാ. ആരും കാണഞ്ഞിട്ട് ആരപ്പത്? ഞാൻ വന്നതാ. ഇതായിരുന്നു ഈ ഇതാരാ? കുറേ ദിവസമായിട്ട് റോയിമോള് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാവപ്പൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്നതാണ്. പിന്നെ മാവപ്പനെ വിട്ടിട്ട് ഞങ്ങൾ ഒരാൾ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിലോട്ട് വിട്ടു. ഇനി അത്താഴത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. യു എയിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാവപ്പ വരാറുണ്ടല്ലോ അങ്ങോട്ടേക്ക്. ഇവിടെ ഇപ്പം നാട്ടിലായപ്പോൾ ഞാനും ബിസിയായി, മാവപ്പൻ ബിസിയായി. അതാണ് ഉണ്ടായത്. അത്താഴത്തിന് കൂടുതലും അവലും പഴമൊക്കെ കഴിക്കുക. പിന്നെ ദോശ പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. അതിൻ്റെ കൂടെ അവലും പഴവും കഴിക്കും കേട്ടോ. ചോറ് അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഞാൻ റീനൊക്കെ ചോറ് കഴിക്കാറുണ്ട് അത്താഴത്തിൻ്റെ സമയത്ത്. അപ്പോൾ പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എത്ര പെട്ടെന്നാലേ നമ്മുടെ നോമ്പൊക്കെ കഴിഞ്ഞ്. ഇപ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര പെട്ടെന്നായിപ്പോയി കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ. എന്താ വെച്ചാൽ പഴം അത്താഴത്തിന്. ഓ നിങ്ങൾ പിന്നെ അവലും പഴത്തിൻ്റെ ആളാണല്ലോ. നിങ്ങൾ കഴിക്കലെന്താ? ചോറ്, അച്ചാറ്, എരിവുള്ള മീന്, പപ്പടം, അങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുന്നത്. നിങ്ങൾ ചോറും കഴിക്കാൻ വേറെ അവലും പഴവും. ഇല്ല, അത്താഴത്തിന് ചോറ് അടിച്ചുവിടല്ലേ. ഞാൻ അത്താഴത്തിന് ചോറ്, ഞാൻ പഴം അവലും കുഴച്ചത്, കട്ടൻ ചായ. ഒരു ദിവസം ദോശ തിന്നത്, പത്തിരി ഒരു ദിവസം ഒന്ന്, ഒരു ദിവസം ഇച്ചിരി ബിരിയാണി ബാക്കിയുള്ള കഴിച്ചത്. അത്രേ ഉള്ളൂ. ചോറ് ഞാൻ കഴിച്ചത്